ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. നമ്മൾ ഇങ്ങോട്ടേക്ക് അനുവദിക്കുന്നുണ്ട്. 7 മണി വരെ ആൾക്കാർ റോറോ സർവീസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നുണ്ട്. 7 മണിക്ക് ശേഷം റോറോ സർവീസ് നിർത്തും. അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസുകളും 7 മണിക്ക് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലേക്ക് ഉള്ള സർവീസുകൾ നിർത്തുന്നുണ്ട്. നെക്സ്റ്റ് വാഹനങ്ങളുടെ പാർക്കിങ്ങിൻ്റെ കാര്യമാണ്. അവിടെ ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ള കുറേ വീട്ടുകാരുടെ വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. ആ വാഹനങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കുറേ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഫോർട്ട് കൊച്ചി ലിമിറ്റിൽ 18 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ പാർക്കിംഗ് ഫില്ലായി കഴിഞ്ഞാൽ മട്ടാഞ്ചേരി തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിൽ കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കൂടെ പുറത്തുനിന്ന് വാഹനങ്ങൾ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ BOT പാലം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടത്തില്ല. നെക്സ്റ്റ് അതുപോലെ ഈ ബസ് സർവീസുകൾ നമ്മൾ 4 മണി വരെ എല്ലാ ബസ് സർവീസുകൾ അകത്ത് ഓടും. കുറച്ച് ഡൈവേർഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 മണി ശേഷമുള്ള ബസ്സുകൾ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പുതുവത്സര ആഘോഷങ്ങൾക്കായി കൊച്ചി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ അത് ഏത് രീതിയിലാണെന്നൊക്കെ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.